നമുക്കതിലേക്ക് വരാം. ജോസ് കെ മാണി ഇപ്പോൾ മാധ്യമങ്ങളെക്കാണ് ഉഭയകക്ഷി ചർച്ചകൾ. ഇന്ന് ചർച്ച നടന്നു. പ്രധാനമായും ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു. അത് വളരെ പേഷ്യൻ്റോടുകൂടി കേട്ടു. അതിൻ്റെ തീരുമാനം തിങ്കളാഴ്ച LDF ഉണ്ട്. LDF തിങ്കളാഴ്ച ഞങ്ങളെ അറിയിക്കാവുന്നത്. സീറ്റ് കിട്ടുമെന്ന് എന്തെങ്കിലും ഉറപ്പ് നൽകിയോ? സീറ്റ് നൽകാം അല്ല, ഞങ്ങളുടെ ആവശ്യങ്ങളും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്നുള്ളത് കൃത്യമായിട്ട് CPM-നോട് അവതരിപ്പിച്ചു. അപ്പോൾ അവരെല്ലാം വളരെ പേഷ്യൻ്റോടുകൂടി കേട്ടു. അതിനുശേഷം എന്താണെന്നുള്ള തീരുമാനം തിങ്കളാഴ്ച അറിയിക്കാം. CPI ഉറച്ചു നിൽക്കുകയാണ്. അല്ല, എനിക്ക് അവരുമായിട്ടുള്ള ചർച്ച എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവർ തീർച്ചയായിട്ടും അവരുടെ അവകാശം പറഞ്ഞു കാണുമായിരിക്കും. കേരള കോൺഗ്രസ് മുന്നണി വിടുമെന്നൊരു അഭ്യൂഹം പരക്കുന്നുണ്ട്. അത് പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ തീരുമാനം എന്താ? കേരള കോൺഗ്രസിനെ UDF-ൽ നിന്ന് പുറത്താക്കി അല്ലേ? അതാണല്ലോ. അതിനകത്ത് നിങ്ങൾക്ക് ആർക്കൊരു സംശയമില്ലല്ലോ. ഇതുപോലെയുള്ള ഇങ്ങനെ ചാനൽ നിൽക്കുമ്പോഴാണ് അന്നത്തെ UDF കൺവീനർ ബെന്നി ബെഹ്നാൻ പറഞ്ഞ കേരള കോൺഗ്രസിനെ പുറത്താക്കിയിരിക്കുന്നത്. ആ പുറത്താക്കിയതിന് ശേഷം എടുത്ത രാഷ്ട്രീയ തീരുമാനം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ആ ഒപ്പം നിന്നു. ആ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചാണ് കേരള കോൺഗ്രസിൻ്റെ നിലപാട്. അതിലൊരു മാറ്റമില്ല. ഒരു ജയം പരാതിയിൽ എപ്പോൾ വരുമ്പോഴും ജയം വരും, പരാജയം വരും. അപ്പോൾ ഏതെങ്കിലും ഒരു പരാജയം വന്നാൽ ഉടനെ മുന്നിന് മാറ്റുക എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു മാധ്യമം ചില പൊളിറ്റിക്കൽ ഗോസിപ്പ് ഉണ്ടാക്കി ചർച്ച കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് അവർക്കെങ്കിലും ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, അങ്ങനെ ചർച്ചകൾ നടത്തിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ഗോസിപ്പ് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ന്യൂസ് ആവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്കാർ കാണുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ റീഡർഷിപ്പും അതുപോലെ വ്യൂവർഷിപ്പും കൂടുമായിരിക്കും. ചില കൗതുകങ്ങളുണ്ടാവും. അങ്ങനെ ഒരു ക്ഷണവും ലഭിച്ചിട്ടില്ല. അല്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ക്ഷണവും ലഭിച്ചിട്ടില്ല. അങ്ങനെ ആരുടെ അടുത്തും ഒരു മുന്നണിയുടെ അടുത്തും ഞങ്ങൾ പോയി നിന്നിട്ടുമില്ല. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഞങ്ങളെടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൽ ഉറച്ച് തന്നെയാണ്. അത് ഏതെങ്കിലും നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ജയവും പരാജയവും ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ ജയിക്കും, ആരെങ്കിലും ഒരാൾ പരാജയപ്പെടും. അപ്പോൾ അതൊന്നും പറഞ്ഞപ്പോഴും മുന്നണി മാറുകയാണ്. അല്ലല്ലോ, ഞങ്ങളെടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൽ ഉറച്ച് അതിനകത്ത് ഒരു മാറ്റവും. മുന്നണിയുടെ ചിത്രത്തിന് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് കേരള കോൺഗ്രസ് അല്ല, ഞാൻ കേരള കോൺഗ്രസിൻ്റെ ആവശ്യങ്ങൾ, അതിൻ്റെ അർഹതപ്പെട്ട കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് രാജ്യസഭ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് മറ്റേ മെസ്സേജുകളെല്ലാം ഉണ്ട്. പരാജയപ്പെട്ടതോടെ ശരിക്കും പാർലമെന്റിലേക്കുള്ള പ്രാതിനിധ്യം നിന്റെ പാർട്ടിക്ക് ഇല്ലാതാവുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൂടിയാണോ CPM? ഞങ്ങൾക്ക് പല കാര്യങ്ങളുണ്ട്. എത്രയോ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അർഹതപ്പെട്ട കാര്യങ്ങൾ. അത് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അല്ല, അതൊരു ചർച്ചയും അതിനകത്ത് ഉള്ള ചർച്ചകൾ നേരത്തെ തന്നെ ഇവിടെ അതിൻ്റെ പ്രധാനമായും കേരള സംസ്ഥാനത്ത് ഒരു ട്രെൻഡായിരുന്നു. ആ ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഈ പറയുന്ന കോട്ടയത്ത് നിന്ന് മാത്രമല്ല, ഇനി കോട്ടയം എടുത്താൽ പോലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ബലത്തിലാണോ അവർ ജയിച്ചത്? ഏതെങ്കിലും ഒരു മുന്നണിയുടെ ബലത്തിലാണോ ഇതെല്ലാം കൂടെ ജയിച്ചത്? അല്ല. സാധാരണക്കാരായ ജനങ്ങളുണ്ട്. ആ ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയവുമില്ല. അവരുടെ തീരുമാനങ്ങളും നിലപാടുകളും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ചല്ല ജയിച്ചത്. അപ്പോൾ അത് ജയിച്ചു, ഞങ്ങളത് മാനിക്കുന്നു. അതിന് ഞാൻ പറഞ്ഞില്ല, ജയവും പരാജയവും ഉണ്ടാവും. ഇതൊക്കെ എല്ലാം അത് എത്രയോ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്, ഞാനത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാവും. അത് ജനങ്ങളല്ല തീരുമാനിക്കും. ജനങ്ങളെ തീർച്ചയായിട്ടും അവരെടുത്ത തീരുമാനത്തിനെ പൂർണ്ണമായിട്ട് മാനിക്കും. പദവികൾ നിലനിർത്താമെന്ന ധാരണയുണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പല ധാരണകളുണ്ട്, പല ആവശ്യങ്ങളുണ്ട്, പല അർഹതപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇത് അവതരിപ്പിച്ചു. എൻ്റെ വിശ്വാസം ഉചിതമായ തീരുമാനം CPM എടുക്കും. CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണ്. ജോസ് കെ മാണി അങ്ങനെ പറയാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഞാനൊരു ഒരു ഡിസ്കഷൻ നടന്നു. അതെല്ലാം നമ്മൾ പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ല. പദവികൾ അംഗീകരിക്കുമെന്നുള്ളതാണ്. ഒരു പദവി അങ്ങനെ ഇല്ലാതാനും അങ്ങനെ ആലോചിച്ചിട്ടുമില്ല. അങ്ങനെ ഒന്നും ഇല്ലതാനും അല്ല, അങ്ങനെ ഒരു ചർച്ചയില്ലല്ലോ. അങ്ങനെ ഒരു ചർച്ചയില്ല. അതും
ചില പൊളിറ്റിക്കൽ ഗോസിപ്പിന്റെ ഇടയ്ക്ക് വന്നു. ഏതാണ്ട് വേറൊരു പദവി രാജ്യസഭ എന്ന് പറയുമ്പോൾ രാജ്യസഭയല്ലേ, അതിനകത്ത് വേറെ ഒരു കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. അങ്ങനെ ഒരു പരിപാടിക്ക് കേരള കോൺഗ്രസ് മാറുമില്ലല്ലോ. ഏതായാലും കേരള കോൺഗ്രസ് തൃപ്തരാണോ? അല്ല, ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ആലോചിച്ചിട്ട് തിങ്കളാഴ്ച LDF ഉണ്ട്, ആ LDF വരുമ്പോൾ ഞങ്ങൾ തീരുമാനം. കുറച്ച് ദിവസമേ ഉള്ളൂ, 5 പിന്നെ ഒരു കാര്യമുള്ളത്, ഈ പൊളിറ്റിക്കൽ ഗോസിപ്പ് നമ്മൾ ശ്രദ്ധിച്ചോണം, അത് വളരെ ശ്രദ്ധിച്ചോണം. ഞാൻ വീണ്ടും ആവർത്തിച്ച് വരുന്നു, കേരള കോൺഗ്രസ് പാർട്ടിയെ UDF നിന്ന് പുറത്താക്കി അത് മാധ്യമങ്ങളുടെ മുമ്പിൽ അന്നത്തെ UDF കൺവീനർ പറഞ്ഞതാണ്. അതിൽ കൃത്യമാണ്. ഇനി ഞങ്ങൾ പുറത്ത് പോയതല്ല ഒന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 3 മാസം വെയിറ്റ് ചെയ്തു. 3 മാസത്തിന് ശേഷം ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ തീരുമാനമെടുത്തു. ഇടതുപക്ഷത്തിനോടൊപ്പം ഞങ്ങൾ ചേരാനായി. അവർ സ്വീകരിച്ചു, അവരംഗീകരിച്ചു, ഞങ്ങളെ സംരക്ഷിച്ചു. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പരാജയങ്ങളുണ്ടാകാം. അങ്ങനെ പെട്ടെന്ന് പരാജയം വരുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് മനസ്സ് മാറുകയും മുന്നണി മാറുന്ന സ്വഭാവമൊന്നും കേരള കോൺഗ്രസിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കൂ. അപ്പോൾ അത് കൃത്യമായി ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ ഇങ്ങനെയുള്ള ഗോസിപ്പുകൾ ഏതെങ്കിലും കൗതുകം അവർക്ക് അല്ലെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് നടത്തിക്കോ. ഒരു ഒറ്റ കാര്യം കൂടി, ഈ ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ നമ്മളിപ്പോൾ രാജ്യസഭയാണ് സംസാരിക്കുന്നത്. രാജ്യസഭ യെസ്, ഇതാണ് സാഹചര്യം. ജോസ് കെ മാണിയാണ് പ്രതികരിച്ചത്. വിട്ടുവീഴ്ച